ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ ഇല്ലാത്തൊരു സാധനം ആകെ സമ്പാദ്യം ഈ ഇളക്ക. എന്ത് ഉറപ്പല്ലല്ലോ, ഇളക്കം മാറിയ കാലുണ്ട്. എന്തിനാ നമുക്ക് മുണ്ട് വാങ്ങാൻ പോയാൽ 2 മുണ്ട് കണ്ട അതോ ഇതോ ഇളക്കായി. ഒറ്റ മുണ്ടുള്ള കടയിൽ പോയാൽ ഒരു വിഷമമില്ല, മുണ്ട് വാങ്ങി ഇങ്ങോട്ട് പോന്നാൽ മതി അല്ലേ. കുറേ എണ്ണുള്ളതിലേക്ക് പോയാൽ വല്ലാത്ത ഇളക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എപ്പോഴും ചഞ്ചല മനസ്സ്, അതോ ഇതോ, ഇത് വേണോ അത് വേണോ, അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ, ഇങ്ങനെ ചഞ്ചല മനസ്സ്, എപ്പോഴും ചഞ്ചല, ഒന്നും പറയണ്ട, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചാഞ്ചല്യം അങ്ങോട്ട് മാറിയിട്ട് ഉറക്കിയ മനസ്സ്, അതോട് കൂടിയിട്ട് ഭഗവാന്റെ ആ പരീക്ഷ തീരുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ചിത്രം തൂക്കാൻ ചുമരിൻ്റെ മുകളിൽ ആണി അടിക്കില്ലേ, ആണി തറയ്ക്കൂല ചിത്രം തൂക്കാനായിട്ട്. ആണി അടിക്കുക എങ്ങനെയാണ്? ഇടത്തെ കൈ കൊണ്ട് ആണി ഇങ്ങോട്ട് പിടിച്ച് ചുമരുമ്പോൾ കൊണ്ടുപോയി വെച്ച് വലത്തെ കൈ കൊണ്ട് ചുറ്റിക്ക് എടുത്തിട്ട് പറഞ്ഞോളൂ, എന്താരും മിണ്ടാത്തത്? ആണി എടുത്തിട്ട് ആണിയല്ല ചുറ്റിക്കൊണ്ട് വിരലിനടിക്കുക. അയ്യോ, വിരലിനടിക്കാൻ പറ്റില്ല, ആണിക്കടിക്കുക അല്ലേ. ആണിയുടെ മണ്ടക്കിട്ട് 4 അടി അങ്ങോട്ട് കൊടുക്കും. ആണിയുടെ മണ്ടക്കിട്ട് 4 അടി അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആണി എന്ന് പിടിച്ച് ഒന്ന് കുലുക്കി നോക്കും. ഇളക്കണ്ടെങ്കിലോ? പറഞ്ഞോളൂ, ഇതൊക്കെ നമ്മൾ എത്ര ചെയ്തതാ. 2 കൂടി കൊടുക്കുക അടി, എന്നിട്ട് ഒന്നും കൂടി കുലുക്കി നോക്കും. ഇളക്കണ്ടെങ്കിലോ? എപ്പോഴാണോ ആണിയുടെ ഇളക്കം മാറുന്നത് അത് വരെ അടിയാണ്. ശരിയല്ലേ ഇത്? എന്നാൽ ആദ്യത്തെ അടിക്കാൻ ഇളക്കം മാറിയിച്ചാലോ പിന്നെ അടിയില്ലേനും. ഇതുപോലെ ഭഗവാൻ നമ്മുടെ ഇളക്കം മാറണത് വരെ അടിച്ചും കൊണ്ടിരിക്കും, ഓരോന്നായിട്ട്. അതുകൊണ്ട് ഈ ഇളക്കം വളരെ പ്രധാനമാണ്, നമ്മൾ നോക്കണം ഇളക്കം ഇല്ലാണ്ടിരിക്കാൻ. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ പരീക്ഷ നിരന്തരം ഭഗവാനെ ഭജിക്കണോനെ പരീക്ഷയിലിട്ടു. അല്ലാത്തവനും നമ്മൾ പറയാറില്ലേ, എന്താ ഒരു കഥയില്ലാണ്ട് നടക്കണോനെ ദുഷ്ടനെ ഭഗവാൻ പന പോലെ എന്തുപോലെ വളർത്തിയെന്നാ പറഞ്ഞത്? ദുഷ്ടനെ പന പോലെ. അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത അസൂയ, നമ്മളങ്ങനെ കാട്ടപ്പ പോലെ. അതുപോലെ ഭക്തൻ അങ്ങനെയുണ്ട്. ഭഗവാൻ ഈ ദുഷ്ടന്മാരെ എന്ത് ഈ പന പോലെ വളർത്തുന്നത് എന്തിനാത്? ഈ പന മറിഞ്ഞ് വീഴുന്ന സമയത്ത് നാട്ടുകാരൊക്കെ അറിയേ. കാട്ടപ്പ വീണ ആരെങ്കിലും കാട്ടപ്പന്ന് അങ്ങനെ കൊടുങ്കാറ്റടിച്ചു 3 കാട്ടപ്പയും ഒരു പുല്ലും വീണു എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ വലിയ മരം വീണു, ആ മരം വീണു, വലിയ സാധനങ്ങളൊക്കെ വീണതായിട്ട് കേട്ടിട്ടുള്ളൂ. ചെറിയ പുല്ലും പാർന്നും പറഞ്ഞിട്ടും കാറ്റത്തൊന്നും പോയിട്ട് ചർച്ച എന്നറിയൂ അതവിടെ ഉണ്ടാവുമെന്നും. മറ്റേത് ഈ പന പോലെ വന്നത് കമണടിച്ച് വീണ ഒരു ദിവസം തകർന്ന് നശിക്കാനുള്ളത്. അതിനാണ് ഈ വളർത്തിക്കൊണ്ടുവരുന്നത്. നല്ല അറിയേണ്ടപ്പം വീണ വർത്തമാനം. അതിനാണ് അർത്ഥം. പരീക്ഷ നിർബന്ധമാണ്, നിശ്ചയമായിട്ടുണ്ടാവും. അതുകൊണ്ട് പരീക്ഷയിലൊന്നും നമ്മൾ പരാജയപ്പെട്ടു പോയി. നമുക്ക് ആർക്കെയുള്ളൂ പരീക്ഷ? ഭഗവാനെ ഭജിക്കണോനേ ഉള്ളൂ, അല്ലാത്തവന് പരീക്ഷയൊന്നുമില്ലേ. അല്ലാത്തവൻ എന്ത് പരീക്ഷ ചെയ്ത്? പണ്ട് 2 കുട്ടികളുണ്ടായിരുന്നു, 2 അപ്പോൾ ഒരുത്തനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു, മറ്റോ പറഞ്ഞാൽ സ്കൂളിലേക്ക് പോകണില്ല അമ്മയെന്ന്. അന്ന് ഈ പോണ്ടാന്നും പറഞ്ഞു. ഒക്കെ സ്കൂളിലേക്ക് പോയിട്ട് എന്താ കാര്യം? ഒരുത്തന്നെ സ്കൂളിലേക്കും പറഞ്ഞേച്ചു, മറ്റേ സ്കൂളിലേക്ക് പോയത്. സ്കൂളിലേക്ക് പോയ കുട്ടി സ്കൂളിൽ പോയി ഓരോ ക്ലാസ്സിൽ എങ്ങനെ പോയി മുമ്പിലേക്ക് പോകുമ്പോൾ എന്താണ്ടാവുമെന്ന് അറിയോ? അതിന് പരീക്ഷ ഉണ്ടാവും, കൊല്ലം അവസാനം പരീക്ഷ ഉണ്ടാവും. അത് ഈ പരീക്ഷയുടെ സമയത്ത് അങ്ങനെ പറഞ്ഞ പുസ്തകം നോക്കി വായിക്കും. മറ്റവനാണെങ്കിൽ ഇങ്ങനെ ആ കുഴിയിൽ തന്നെ വീഴണമല്ലോ, എന്നിട്ട് ഇങ്ങനെയാക്കി ഇങ്ങോട്ട് നീ ഇവിടെ നോക്കൂ, എന്നെ നോക്കൂ. അപ്പോൾ മറ്റേ കുട്ടി എന്തൊരു സന്തോഷമായിട്ടാണ് അല്ലേ, നീ എങ്ങനെ ആലോചിച്ച് നോക്കൂ. അങ്ങനെ കളിച്ച് പോകുന്നു. മറ്റേ കുട്ടി വെച്ചാൽ പഠിച്ച് പക്ഷെ ആ കുട്ടിക്ക് ഓരോ കൊല്ലത്തെ അവസാനം എന്തുണ്ട്? പരീക്ഷയുണ്ട്. പരീക്ഷയുണ്ട്. പക്ഷെ പരീക്ഷ കഴിഞ്ഞാൽ എന്തുണ്ട്? ക്ലാസ് 8 ഉണ്ട്. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞ കുട്ടിക്ക് ക്ലാസ് 8 ഉണ്ട്. അങ്ങനെ പോയി. അങ്ങനെ ഈ സ്കൂളിലേക്ക് പോയ കുട്ടി ഓരോ പരീക്ഷ എഴുതി ക്ലാസ് 8 കിട്ടി പഠിച്ച് IAS പരീക്ഷയൊക്കെ പാസ്സായി. ഇപ്പം കണ്ണൂർ ജില്ലാ കളക്ടറാണ്. ആര്? കണ്ണൂരേ ജില്ലാ കളക്ടറാണ്. ആര്? ആദ്യത്തുണ്ണി. മറ്റോനും ഇപ്പം എന്താണെന്നറിയാം, മറ്റോനും കണ്ണൂർ തന്നെയാണ്. അപ്പം 2 കളക്ടർമാരൊന്നും ഉണ്ടാവില്ല ഒരു ജില്ലയിൽ. അത് വലിയ കേമായി പോയി. 2 കളക്ടറാണ്. മറ്റോനെ എവിടെയാ? അപ്പം എല്ലാവർക്കും അറിയാല്ലേ, അതന്നെ അവിടുത്തെ കളക്ടറാ. വലിയ മതിലിലേക്കില് ബഞ്ചയില്ലാണേ. മറ്റോ പഠിച്ച് കളക്ടറായി മഹാകേമനായി. ഇതാണെങ്കിൽ ഈ ഗോട്ടി കളിയുമെന്നാ തുടങ്ങിയത്, പിന്നെ ചീട്ട് കളിയുമെന്നാ പോലീസ് പിടിച്ച് ജയിലിലിട്ട് കൊണ്ടുപോയി. ഇപ്പം എന്തൊക്കെയോ വേറെ കളികളുണ്ട്, അത്ര നമുക്കറിയില്ല. അങ്ങനെ ആരെപ്പം നന്നായത്? അതാണ് ഭഗവാൻ ഇങ്ങനെ പാകപ്പെടുത്തി ഉരുക്കിടുന്നു മിഴിനീരിലിട്ട മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തേതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ എന്ന് പണ്ട് നാലപ്പാടം പറഞ്ഞില്ലേ, അതിതാണ് ഭഗവാൻ നിരന്തരം ഉരുക്കിടുന്നു. തീയിലിട്ട് ഇങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ തീയിലിട്ട് ഉരുക്കും കേട്ടോ. മിഴിനീരിലിട്ട മുക്കുന്നു, എൻ്റെ കണ്ണീരിലിട്ട് മുക്കും. ആര്? മുറ്റും ഭുവനൈക ശില്പി, ആ വലിയ ലോകത്തട്ടാൻ. ആര്?
ലോകശില്പിയായത് തട്ടാൻ സ്വർണ്ണം കണ്ടുന്നാരെയൊക്കെ കണ്ടല്ലേ ഇത് മുക്കി അടിച്ചും പരത്തിക്കാൻ ദേഹം ശുദ്ധാക്കണത് എന്നിട്ട് വേണ്ട ആഭരണങ്ങൾ ഉണ്ടാക്കാൻ. ഇതുപോലെ ഭുവനൈക ശില്പിയായ ഭഗവാൻ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തയേതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. എന്നിട്ട് വേണം ഈ ഹൃദയം, നമ്മുടെ ഹൃദയമാകുന്ന ശുദ്ധമായ സ്വർണം കൊണ്ട് പണിത്തരം ഉണ്ടാക്കാൻ. എന്ത് പണിത്തരം? ആ ശ്രീകൃഷ്ണ വിഗ്രഹം പണിയാനാണ്. ആലോചിച്ച് നോക്കൂ, മനസ്സിലാവില്ലേ? അങ്ങനെ പാകപ്പെടുത്തുന്ന അതിലൊന്നും നമ്മൾ ഇളകാൻ പാടില്ല. ഇളകിയാൽ പോയി നല്ലോണം സഹിക്കണം. ഒക്കെ സഹിച്ചും അനുസരിച്ച് മുമ്പിക്ക് പോണേ. അതെ, അങ്ങനെ പോയാൽ ഭഗവാന്റെ പരീക്ഷയിൽ ജയിക്കുന്ന പ്രത്യേകം ധരിച്ചില്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയൂ. ഭഗവാൻ ഇടയ്ക്കൊന്നും ഇങ്ങനെ പിടിച്ചിറക്കി കുലുക്കി നോക്കും, തെറിച്ച് പോകുക എന്നറിയാം. നമ്മൾ പിടുത്തം നേരെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? പിടുത്തം ഉറപ്പിച്ചില്ലെങ്കിൽ പിടുത്തം വിട്ട് പോവുകയാണ്. മുറുക്കി പിടിക്കണം, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ഇതുപോലെ പിടിക്കണം എന്നറിയോ. കുരങ്ങൻ്റെ കുട്ടി അമ്മയുടെ വയറ്റത്ത് പിടിക്കണ മാതിരി. അമ്മ കുരങ്ങൻ്റെ വയറ്റത്ത് കുട്ടി കുരങ്ങൻ പിടിക്കണുണ്ടോ? അപ്പോൾ ചെറിയ കുരങ്ങൻ കുട്ടി അത് അമ്മയുടെ വയറ്റത്ത് തള്ളി പിടിച്ച് അമർന്നങ്ങനെ ഇരിക്കും. അമ്പോ അമ്മ കുരങ്ങൻ ഈ മരത്തിൻ്റെ മുകളിൽ അപ്പുറത്തെ പഞ്ചായത്തേക്ക് ചാടും. നമുക്ക് പേടിയാവും ഇത് കണ്ടിട്ട്. പക്ഷെ കുട്ടി കുരങ്ങിന് പേടിയില്ല. എന്താ കാരണം? പിടുത്ത ജാതിയാണ്. വിടില്ല ഞാൻ എന്നുള്ള മൂർക്കും. അങ്ങനെ എവിടെ പിടിക്കണം? ഭഗവാന്റെ കാൽക്കല് പിടിക്കണം. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പിടിക്കാന്ന് പറയും? പൂച്ചക്കുട്ടിയുടെ ജാതിയിൽ. എന്തിൻ്റെ ജാതിയിൽ? പൂച്ചക്കുട്ടിയില്ലേ? പൂച്ചക്കുട്ടി എങ്ങനെയാ നോക്കൂ. പൂച്ച പെറ്റു. എവിടെ പെറ്റേന്നറിയോ? അമ്മൂട്ടമ്മയുടെ അടുക്കളയിൽ പെറ്റു. പെറ്റപ്പോൾ ആ പൂച്ചയ്ക്ക് തോന്നി, ഷോ കഷ്ടമായിപ്പോയി, ചാണകം മെഴുകി അടുക്കള. ഈ 2019 കുട്ടികൾ പരിഷ്കാരമില്ലേണ്ട വളരില്ലേ? പൂച്ചയ്ക്ക് വലിയ വിഷമം. പൂച്ച പെറ്റപ്പോഴേക്ക് എന്ത് ചെയ്തു? 1/2 മണിക്കൂർ കഴിഞ്ഞില്ല. അപ്പോഴേക്ക് കുട്ടികളെ രണ്ടിനും തൂക്കിയെടുത്തിട്ട് എന്ത് ചെയ്തു? തെക്കയിലെ നാണിക്കുട്ടമ്മയുടെ അടുക്കളയ്ക്ക് കൊണ്ടുപോയി. അവിടെ പിന്നെ ടൈൽസാണ്, ഗ്യാസും ഉണ്ട്. പഠിക്കട്ടെ, പരിഷ്കാരം പഠിക്കട്ടെ. ഇതിവിടെ ഉണ്ടല്ലേ? അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയപ്പോഴേക്ക് എന്താണ്ടായി എന്നറിയോ? സന്തോഷമായി. ഇവിടുത്തെ പരിഷ്കാരമൊക്കെ ഉണ്ടല്ലോ, പഠിക്കാനൊക്കെ നന്ന് കുട്ടികൾക്ക് നിരീക്ഷിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നാണിക്കുട്ടമ്മയുടെ ഭർത്താവ് അതാ വരുന്നു. 2 കാലുമ്പിലല്ല, അങ്ങോട്ട് പോയത് അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് 4 കാലുമ്പിലാണ്. അദ്ദേഹം വെയിലിത്തറി ഉണ്ട് കയ്യിൽ. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒലക്കുണ്ട്. രണ്ടാളും കൂടി അവിടെ നിന്ന് തടങ്ങി ഇവിടെ എത്തി, അടുക്കളയിലെത്തി. പൂച്ചയ്ക്ക് മനസ്സിലായി ഇവിടെ എന്തുണ്ട്? പരിഷ്കാരമുണ്ട്, സംസ്കാരമില്ല. പൂച്ചക്കുട്ടിയെ അവിടെ നിന്ന് അപ്പം തന്നെ 1/2 മണിക്കൂറായില്ലേ, വേഗം തൂക്കിയെടുത്തുകൊണ്ട് നമ്മുടെ തെക്കേല കുട്ടേഷനായരുടെ മാളികേമ്പയ്ക്ക് കൊണ്ടുപോയി, 3-ാം നിലയമ്പയ്ക്ക്. അതിൻ്റെ മുകളിൽ പണ്ട് 150 കൊല്ലം മുമ്പ് ആശാരി കയറി എന്നൊരു സംശയം ഉണ്ട്. അതും അപ്പം അന്ന് ആർക്കും ഉറപ്പൊന്നുമില്ല. പിന്നെ മനുഷ്യന്മാരെന്നാ 3-ാം നിലയ്ക്ക് കയറിയിട്ടില്ലേ. മുമ്പോ മൂർഖം പാമ്പ് അവിടെ കുട്ടികളെ യുവജനോത്സവത്തിന് തിരുവാതിരക്കളി പഠിപ്പിക്കുക. അവിടേക്കാ ആരെ കൊണ്ടുപോണത്? ശിവ പിടിച്ച് മിണങ്ങില്ലേ. കുട്ടികളെ വേഗം 10 നിമിഷം അവിടെ നിർത്തിയുള്ളൂ. വേഗം തൂക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നു. രാമൻകുട്ടിയാരുടെ അപ്പുറത്തെ ആ തൊഴുത്തിൻ്റെ അട്ടത്തേക്ക് കൊണ്ടുപോയി. അവിടെ ആകുമ്പോൾ പിന്നെ വിഷമില്ല, നല്ല വായു സഞ്ചാരവും ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ശബ്ദം കേൾക്കണം, കൊറാവോ പോക്കാൻ പൂച്ചേ. അപ്പോൾ കുട്ടികളെ പിടിച്ച് തിന്നില്ലേ. അവിടുന്ന് വേഗം കുട്ടികളെ എങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു? അമ്മൂട്ടിയമ്മയുടെ അടുക്കളയ്ക്ക് കൊണ്ടുവന്നു. അവിടെ സുരക്ഷിത, ചാണകാണെങ്കിലും സുരക്ഷ. ഇങ്ങനെ പെറ്റ പൂച്ച ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് കുട്ടികളെ എത്ര ദിക്കിലേക്ക് തൂക്കിയെടുത്ത് കൊണ്ടുവരും ഇല്ലേ? നീ കുട്ടികൾ ചോദിക്കുക, അമ്മ എന്തിനായി വയ്യാണ്ട പെറ്റടക്കണ കാലത്ത് ഇങ്ങനെ ലഗേജ് ആയിട്ട് നടക്കണത് ചോദിക്കോ? കുട്ടികൾ ചോദിക്കില്ല. കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്, അമ്മ പൂച്ച ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴേക്ക് ആ കുട്ടി പൂച്ച ഇവിടെ പുറത്ത് ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കടിക്കുമ്പം കുട്ടി പൂച്ച കൈ ഇങ്ങനെ കൂപ്പി തൊഴുത് അമ്മേ ഭഗവതിയേ എന്നുള്ള മട്ടിൽ ആ കയ്യും കൂപ്പി തൊഴുത് നിൽക്കണ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല. എന്താണെന്നറിയാം, അത് പൂച്ചയും കുട്ടിയും കാണുമ്പോൾ കല്ലെടുത്ത് എറിഞ്ഞിട്ടാ. അങ്ങനെ ചെയ്യരുത്. അതൊക്കെ കണ്ട് മനസ്സിലാക്കണം നമ്മൾ. ഈ അമ്മ പൂച്ച ആ കുട്ടിപ്പൂച്ചയുടെ പുറത്ത് ഇങ്ങനെ കടിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിപ്പൂച്ച കൈ 2 കൂപ്പി തൊഴുത് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കണേ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയൂ? അമ്മ എവിടേക്ക് കൊണ്ടുപോയാലും ഒരു വിരോധവും ഇല്ല. എന്താ കാരണം? ഇപ്പം ഉള്ളതിനേക്കാളും കേമായ ഏതോ ഒരു സ്ഥലം അമ്മ കണ്ടിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ. ഇപ്പോഴത്തേനേക്കാൾ എന്തോ ഒരു സൗകര്യം ഉണ്ട് അവിടെ. അപ്പം ഇതിനേക്കാളും സൗകര്യച്ചിട്ട് അമ്മ ഇങ്ങനെ കൊണ്ട് നടക്കണത്. അതുകൊണ്ട് ഇപ്പം കണ്ടതൊന്നല്ല കാഴ്ച. എവിടേക്കാച്ചാ പുറപ്പെട്ടതൊക്കെ എൻ്റെ നന്മയാണ്. ഇനി എന്നെ ഇതിലും നന്മയിലേക്ക് അങ്ങ് കൊണ്ടുപോകുമല്ലോ, ഇനി നന്മയൊക്കെയാണല്ലോ അങ്ങ് കൊണ്ടുപോകുമല്ലോ എന്നെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭാവത്തിൽ നമുക്ക് എന്തുണ്ടാവണം? ഭക്തി ഉണ്ടാവണം. അങ്ങനെ പൂച്ചയുടെ കൂട്ടേണ്ട ഭക്തി. മനസ്സിലായോ? ഭഗവാൻ ഓരോ സന്ദർഭം നമുക്ക് തരുമ്പോഴും ഇതിപ്പം പണ്ടത്തേനേക്കാളും നല്ലത്, ഇനി ഇതിലും നല്ലത് തരാനാണ് വെച്ചത് എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എന്തുണ്ടാവും? അതൊരു ഭാവമാണ്. അങ്ങനെ പിടിക്കണം ഭഗവാന്റെ പാദത്തിൽ. നോക്കൂ, ഭഗവാൻ പറഞ്ഞു,